ഹലോ ഓൾ. അപ്പോൾ നമുക്ക് ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ കൾച്ചർ സ്റ്റഡീസിൽ പഠിച്ചിട്ടുള്ള ആ ഒരു സെയിം സംഭവം തന്നെയാണിത്. ജസ്റ്റ് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ആക്ച്വലി ഇത് കണ്ടാൽ മതി. അന്ന് നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ സെയിം കോൺസെപ്റ്റുകളാണ്, വേവ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പഠിക്കാനുള്ള. ഓക്കെ, അപ്പോൾ നോട്ട്സുകളൊക്കെ നിങ്ങൾ PPT നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഫെമിനിസം. അപ്പോൾ ആദ്യം ഞാനിതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാം. ആദ്യം നമ്മൾ ഫെമിനിസത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വേവ്സ് ഓഫ് ഫെമിനിസം ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഒരു വേവ്സ് ഓഫ് ഫെമിനിസം എന്താണ്, ആ ഒരു 4 വേവ്സുകളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, അതായത് ലിറ്ററേച്ചറിലോട്ട് കടന്നിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇത് നമ്മൾ പഠിച്ചതാണ് ഈ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. എലൈൻ ഷോവൾട്ടർ 3 ടൈപ്സ് ആയിട്ട് ഫെമിനിസത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഫെമിനിസ്റ്റ്, ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാക്കി ആ ഒരു ഡിവിഷനും, പിന്നെ അതേപോലെ തന്നെ ഗൈനോ ക്രിറ്റിസിസം എന്താണ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷനും. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചും കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, വേവ്സ് ഓഫ് ഫെമിനിസം കഴിഞ്ഞിട്ട് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം നോക്കാനുണ്ട്. പിന്നെ നമുക്ക് 2 കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്, നമുക്ക് ടേംസുകളായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് പാട്രിയാർക്കി എന്താണെന്നുള്ളതും പിന്നെ ഈ ഗൈനോ ക്രിറ്റിസിസത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾസ് ഓഫ് ഫെമിനിസം. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്, സ്കൂൾസ് ഓഫ് ഫെമിനിസം പ്ലസ് ഫ്രഞ്ച് ഫെമിനിസം എന്താണെന്നുള്ളതും കൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫെമിനിസത്തിൽ ആദ്യം നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫെമിനിസം എന്ന് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാൻ, അല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ തിയറി, അല്ലെങ്കിൽ അതൊരു മൂവ്മെൻ്റ് ആണ്. ഒരു പക്ഷേ അതൊരു തിയറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു മൂവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്ത് ബേസ് ചെയ്തിട്ട് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഏതൊരു മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള മേഖല, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് പരമായിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള സോഷ്യൽ പരമായിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതൊരു കാര്യത്തിനെ നോക്കുമ്പോഴും നമുക്ക് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വേണം. എല്ലാ സെക്സസും തമ്മിൽ ഒരു ഈക്വാലിറ്റി വേണം, ഏത് സെക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും. അപ്പോൾ ഏത് മേഖലകളിലും ഇക്വാലിറ്റി വേണം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് തിയറി ആണ് നമ്മളുടെ ഫെമിനിസം, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ് നമ്മളുടെ ഫെമിനിസം എന്ന് പറയാം. ഇതാണ് ഫസ്റ്റായിട്ട് പറയുന്ന പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു തിയറിയോ അല്ലെങ്കിൽ ഇതൊരു മൂവ്മെൻറ്റോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എല്ലാ മേഖലകളിലും തുല്യമായിട്ടുള്ള അവകാശം വേണം, എല്ലാ സെക്സിനും ഒരുപോലെ തന്നെ വേണം എന്ന് പറയുന്ന ഒരു തിയറിയോ ഒരു മൂവ്മെൻറ്റോ ആണ് ഫെമിനിസം. ഫസ്റ്റ് കാര്യം. പിന്നെ രണ്ടാമത്, ഇത് എങ്ങനെയാണ് ഇങ്ങനൊരു ഫെമിനിസം എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് വരാൻ കാരണം എന്താണ്? സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾക്ക് തുല്യത ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ അവകാശങ്ങളും, അതായത് അവരുടെ റൈറ്റ്സും ഇൻട്രസ്റ്റും, അവർക്ക് താല്പര്യങ്ങളും അവരുടെ അവകാശങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു. ദേ ഹാവ് ഡൺ മെനി ആക്ടിവിറ്റീസ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഫെമിനിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഫെമിനിസത്തിനെ കുറിച്ചിട്ടുള്ള തിയറിയും ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ആണ് പറയുന്നത്, ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഓൺ ബിഹാഫ് ഓഫ് വിമൻസ് റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. സ്ത്രീകളുടെ അവകാശങ്ങളുടെയും താല്പര്യത്തിനും വേണ്ടിയിട്ട് നടത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, അതിനു വേണ്ടി പ്രവർത്തനം കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. സിമ്പിളല്ലേ? പിന്നെ നമുക്ക് ഫെമിനിസത്തിനെ കുറിച്ചിട്ട് എന്ത് പറയാം, ഫെമിനിസത്തിൽ ഒരുപാട് മേഖലകളുണ്ട്. അതായത് ഫെമിനിസം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഒരു സംഭവമല്ല, അതിന് ഡിഫറെൻറ്റ് സ്കൂൾസുകളുണ്ട്, മേജർ സ്കൂൾസുകളുണ്ട്. സ്കൂൾസ് എന്ന് പറഞ്ഞാൽ പല മേഖലകളുണ്ട്. അതായത് റാഡിക്കൽ ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് പോകുന്നു, കൾച്ചറൽ ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് പോകുന്നു, എക്കോ ഫെമിനിസം, അതായത് ഗ്രീൻ അതായത് നാച്ചുറൽ റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്, എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞു പോകുന്നു, സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് മേഖലകളായിട്ട് ഫെമിനിസം ഉണ്ട്. അതായത് അത്രയും മേഖലകളിൽ നമ്മൾ ഈ ഒരു സ്ത്രീകൾക്കുള്ള ചൂഷണം, സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള ചൂഷണങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും മേഖലകളുണ്ട് അവിടെ. അപ്പോൾ അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. 4 മേജർ സ്കൂൾസ് എന്ന് ഞാനിവിടെ പറഞ്ഞതാണ്, ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ നമ്മളുടെ ഈ ഒരു PPTയിൽ തന്നെ ഞാൻ ലാസ്റ്റിലേക്ക് സ്കൂൾസ് ഓഫ് ഫെമിനിസത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഫെമിനിസം എന്ന് എഴുതിയാലും മതി.
ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, ഇത് യു കെയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത് യു കെയിലാണ്. യു കെയിൽ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി 1792 ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അത്. നമ്മളൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഒരു ബുക്കിലൂടെയാണ് നമുക്കൊരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു എമർജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്കറിയാം 3 phases ഓഫ് ഫെമിനിസം ഉണ്ട്. നമ്മൾക്ക് 3 phases ഓഫ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് ഈ ഒരു PPTയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കൾച്ചർ സ്റ്റഡീസിൽ നിങ്ങളെ മുന്നേ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, എലൈൻ ഷോവാൾട്ടർ നമ്മൾ 3 phases ഓഫ് ഫെമിനിസം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഫെമിനൈൻ, പിന്നെ ഫെമിനിസ്റ്റ്, ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് 3ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സംഭവം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അപ്പുറത്ത് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ഇവിടെ എഴുതാത്തത്. നിങ്ങൾക്ക് പക്ഷേ നോട്ടിൽ അതൊക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാർട്ടിങ്ങിൽ, ഒരു ഫെമിനിസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. നെക്സ്റ്റ്, വേവ്സ് ഓഫ് ഫെമിനിസം. വേവ്സ് ഓഫ് ഫെമിനിസം ഞാൻ ജസ്റ്റ് ഓടിച്ച് വിടുകയാണ് കേട്ടോ, കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൾച്ചർ സ്റ്റഡീസിൽ പഠിച്ച സാധനമാണ്. ഓക്കെ, 4 വേവ്സ് ഓഫ് ഫെമിനിസം ആണുള്ളത്. ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം ബ്രിട്ടനിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ഫെമിനിസം എന്നൊക്കെ ആ ഒരു ബുക്ക്, അവരുടെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ഒക്കെ ആ ഒരു ടൈമിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും മുന്നേ ആ ഒരു ടൈമിലാണ് ഫെമിനിസം വരുന്നത് തന്നെ. അപ്പോൾ ബ്രിട്ടനിൽ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു ടൈം പീരിയഡിലാണ് ഒരു ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കാലത്തുണ്ടായിരുന്ന സ്ത്രീകളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ബുദ്ധിമുട്ടേറിയ, ഭയങ്കര ശോചനീയമായ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുമ്പോൾ, ഒരു പാരൻസ് മക്കൾക്ക് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുമ്പോൾ ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത് അല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പെൺമക്കൾക്ക് എന്തുണ്ടായിരുന്നില്ല, പ്രോപ്പർട്ടി ഡിവൈഡൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. ആൺമക്കൾക്ക് മാത്രമായിരുന്നു കൊടുക്കാറുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ പേരിൽ വാങ്ങാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, എഡ്യൂക്കേഷൻ നേടാൻ പോലുള്ള അവകാശമില്ല. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഗ്രാജുവേറ്റഡ് ആവാൻ പോലും പറ്റില്ല. ഗ്രാജുവേറ്റഡ് ആവുന്നത് തന്നെ ഈ ഒരു ഫസ്റ്റ് വേവിൻ്റെ എൻഡൊക്കെ ആവുന്ന ടൈമിലാണ് അവർ ഫസ്റ്റ് വുമനെ ഗ്രാജുവേറ്റ് ആവുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു ഫസ്റ്റ് വേവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് ഒരു എന്തോ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു വെസൽ കണക്കൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം വന്നത് എന്ന് വെച്ചാൽ, അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം ഫസ്റ്റ് വേവിനെ. കാരണം അവർ ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചു. അവർക്ക് വോട്ടവകാശം വേണം, അതേപോലെ തന്നെ അവർക്ക് പഠനം ചെയ്യാനുള്ള സാധ്യതകൾ കൊണ്ടുവരണം, അതേപോലെ തന്നെ അവർക്ക് പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള അവകാശം വേണം, ഈ പബ്ലിക് സ്ഫിയറിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, അതായത് ഈ സൊസൈറ്റിയിൽ തനിക്ക് എവിടെയെങ്കിലും ഒരു ഇടം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനൊരു എന്താണ് ഈ 4 ഫെമിനിസത്തിലും കൂടി 4 വേവ്സ് ഓഫ് ഫെമിനിസത്തിലും പറയുന്നത് എന്നുള്ളതാണ് ആ ഒരു ബോൾഡിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ ഫസ്റ്റ് വേവിലും സെക്കൻഡ് വേവിലും തേർഡ് വേവിലും ഫോർത്ത് വേവിലും ആ ഒരു ബോൾഡ് ലെറ്ററിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് വേവിൽ കൊടുത്ത ആ ബോൾഡിൽ നോക്കിയേ, ദേ ഫൈറ്റ് ഫോർ ഇക്വാലിറ്റി, ദേ വേർ നോ ലെസ് ദാൻ മെൻ. അതായിരുന്നു അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. മോട്ടോ അല്ല, അവർ പ്രധാനമായിട്ടും ആ ഒരു ഫസ്റ്റ് വേവിൽ നടന്ന കാര്യം അതാണ്. അപ്പോൾ ആ ബോൾഡ് ലെറ്ററിൽ എഴുതിയതും കൂടി നിങ്ങളൊരു ബോക്സിലാക്കിയിട്ടോ ഒക്കെ വേവ്സ് ഓഫ് ഫെമിനിസം ചോദിക്കുമ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് ഒരു എസ്സേക്ക് ഫെമിനിസം ചോദിക്കുമ്പോൾ ഈ ഒരു ബോൾഡിൽ എഴുതിയതൊരു ബോക്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ്, ആ ബോൾഡിൽ എഴുതിയതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദേ ഫൈറ്റ് ഫോർ ഇക്വാലിറ്റി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പുരുഷന്മാരെക്കാളും ഒട്ടും താഴ്ന്നവരല്ല, ഈക്വൽ ആയിട്ടുള്ള ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഫൈറ്റ് ചെയ്തിരുന്നത്. അതാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം. രണ്ടാമത്തത് എന്താണ്, അമേരിക്കയിലാണ് സെക്കൻഡ് വേവ് നടന്നിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിലായിരുന്നു അത് 1960-1980 ടൈം പീരിയഡിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെന്താണ് നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിലുള്ള കുറേ ഇനീക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലോട്ട് കടന്നപ്പോൾ എന്താണ് കുറച്ചും കൂടി ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, വീടിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇഷ്യൂസ് എങ്ങനത്തെ ഇഷ്യൂസാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ അതായത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ ഒരു കുഞ്ഞിനെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അബോർട്ട് ചെയ്യാനൊന്നുള്ള അവകാശം ആ ഒരു സ്ത്രീക്കില്ല. അതായത് ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് അതിനോടൊരു താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊന്നുള്ളൊരു എന്താ പറയുക, ഒരു റൈറ്റ് ആ ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ പുരുഷൻ്റെ ആ ഒരു റൈറ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രഗ്നൻസിയുടെ റൈറ്റ്, ഇനി അതേപോലെ തന്നെ ചൈൽഡ് കെയർ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളെ നോക്കേണ്ടവളാണ് എന്ന് പറയുന്ന കുറേ കാര്യമുണ്ട്. അതുകൊണ്ട് ജോലിക്ക് പോകരുത് എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട്, പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, അതായത് സ്ത്രീകളാണ് ഈ വീട്ടിൽ ഈ ജോലികൾ ചെയ്യേണ്ടത്, പുരുഷന്മാരാണ് പുറമെ പോയി വർക്ക് ചെയ്യേണ്ടവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ എതിർത്തിട്ടുള്ളതായിരുന്നു സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം. പക്ഷേ ഈ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇതിന് ഒരുപാട് ട്രഡീഷണൽ അമേരിക്കൻ ലൈഫിൽ അമേരിക്കയിലുള്ള വൈറ്റ് വിമണിനെ ആയിരുന്നു ഇവർ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേറെയും കുറേ ആളുകളുണ്ടല്ലോ, ഇൻഡിജീനിയസ് ആയിട്ടുള്ള വേറെയും കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് ആഫ്രിക്കൻ പീപ്പിൾസ് ഉണ്ടായിരുന്നു, ഏഷ്യൻ പീപ്പിൾസ് ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ എന്താ പറയുക, ഇൻ്റർസെക്ഷണൽ ആയിട്ടുള്ള വേറെയും കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഫോക്കസ് ചെയ്തില്ല. ഇത് ഫോക്കസ് ചെയ്തത് ഈ അമേരിക്കൻ ലൈഫിലുള്ള ഈ മിഡിൽ ക്ലാസ് വിമണിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒത്തിരി പേരെ ഇതിങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെ മാത്രമായിരുന്നു ആ ഒരു ഫെമിനിസം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വേറെ ഉള്ളവർക്കൊന്നും ചേഞ്ച് വന്നില്ല. ഈ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്തപ്പം ഇവർക്ക് മാത്രമാണ് അതുകൊണ്ടുള്ളൊരു ഗുണം ഉണ്ടായത്. ബാക്കിയുള്ളവർക്കൊക്കെ പഴയ പോലെ തന്നെ അങ്ങനെ തന്നെയുള്ള ഓപ്പറേഷനും കാര്യങ്ങളും നടന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ദേ ക്രിട്ടിസൈസ്ഡ് ബൈ ദ മൈനോറിറ്റി. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിറ്റിസിസം ഈ ഒരു സെക്കൻഡ് വേവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം വൈറ്റ് മിഡിൽ ക്ലാസ് ഫെമിനിസം എന്നുള്ള പേരിലൊക്കെ പിന്നീട് അതിനെ അറിയപ്പെട്ടു, ഈ ഒരു സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിന്. ഇത് ഞാൻ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കൾച്ചർ സ്റ്റഡീസിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ചേർത്തെന്ന് വെച്ചിട്ട് ഒട്ടും നിങ്ങൾ അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ബോൾഡിൽ എഴുതിയത് പറയാം. അപ്പോൾ ഇവരെന്തിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് വേവിൽ നടന്ന ഒരു സമ്മറി പോലെ പറയുകയാണ്. ദേ ഡിസ്കസ്ഡ് ദ ഇഷ്യൂസ് ഓഫ് മാരിറ്റൽ റേപ്പ്, ഡൊമസ്റ്റിക് വയലൻസ്, സേഫ്റ്റി ഓഫ് വുമൺ. അപ്പോൾ വീടിനകത്തുള്ള കാര്യങ്ങൾ, മാരിറ്റൽ റേപ്പ്, അതായത് മാരേജിന് ശേഷം സ്ത്രീകളുടെ സമ്മതമില്ലാണ്ട് നടക്കുന്ന റേപ്പുകളും കാര്യങ്ങളും. ഇപ്പോൾ മാരേജിന് ശേഷമുള്ള മാരിറ്റൽ റേപ്പിനെ കുറിച്ചിട്ടും ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചിട്ടും വീടിനകത്ത് സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന വയലൻസിനെ കുറിച്ചിട്ടും സ്ത്രീകളുടെ സേഫ്റ്റീനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു സെക്കൻഡ് വേവിൽ നടന്നിട്ടുണ്ടായിരുന്നത്. തേർഡ് വേവ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വേവ് ഓഫ് ഫെമിനിസം ആണ്. സെക്കൻഡ് വേവ് പോലെ അല്ലായിരുന്നു ഇത്. 1990-2010 കാലഘട്ടം വരെ ആയിരുന്നു ഈ ഒരു ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർസെക്ഷണൽ ഇൻ നേച്ചർ. ഇൻ്റർസെക്ഷണൽ എന്ന് പറഞ്ഞ വാക്ക് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിപ്പിൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പല പല ഭാഗത്തു നിന്നുള്ള, മൾട്ടിപ്പിൾ കാസ്റ്റിലുള്ള, മൾട്ടിപ്പിൾ ക്ലാസസിലുള്ള സ്ത്രീകളെ. നേരത്തെ നമ്മൾ സെക്കൻഡ് വേവിൽ വൈറ്റ് മിഡിൽ ക്ലാസ് വിമൻ മാത്രമായിരുന്നു. പക്ഷേ ഇതിലെന്താണ്, എല്ലാ സ്ത്രീകളുടെയും വോയിസ് കയറി വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇൻ്റർസെക്ഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കിംബർലി ക്രൻഷോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. അപ്പോൾ അവരാണ് ഈ ഒരു ടേം തന്നെ കോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ, ഈ ഇൻ്റർസെക്ഷണൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത് ഈ തേർഡ് വേവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തിനൊക്കെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്ത്രീകൾ റേസിൻ്റെയും കളറിൻ്റെയൊക്കെ പേരിൽ, അതേപോലെ തന്നെ കാസ്റ്റിൻ്റെയൊക്കെ പേരിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് വേവിലും സെക്കൻഡ് വേവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തേർഡ് വേവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്, എല്ലാവർക്കും ബാക്കിയുള്ള ഏതൊക്കെ മേഖലകളിൽ ഈ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാ സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്തും കൊണ്ടായിരുന്നു തേർഡ് വേവ് ഓഫ് ഫെമിനിസത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നത്.
അതായത് ഡബിൾ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഇവർ ഇതിൽ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കളറിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ 2 ഡിസ്ക്രിമിനേഷനാണ് അവിടെ അനുഭവിക്കുന്നത്, കളറിൻ്റെ പേരിലും സ്ത്രീ ആണെന്നുള്ള പേരിലും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ഇവരിതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് അതിനൊരു ബോൾഡിൽ എഴുതെങ്ങനെയാണ്, ഇൻ്റർസെക്ഷണൽ ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് മൈനോറിറ്റീസ്. ഇൻ്റർസെക്ഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും, എല്ലാ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരാളല്ല, മൾട്ടിപ്പിൾ, എല്ലാവരും, ഇന്ത്യൻ, ഏഷ്യൻ ആണെന്നുണ്ടെങ്കിലും ആഫ്രിക്കൻ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും എല്ലാവരും, ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് 4th വേവിലാണ്. ഓക്കെ, എല്ലാവരും ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് മൈനോറിറ്റീസ്, അതായത് ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള മൈനോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക. ഓക്കെ, പിന്നെ അടുത്തത് 4th വേവാണ്. 2012 മുതൽ അങ്ങോട്ടേക്ക് 4th വേവാണ്. ഇത് കൂടുതലും ഇൻ്റർനെറ്റ് ടൂൾസിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എങ്ങനെയാണ് സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ത്രീകളെ സോഷ്യൽ മീഡിയയിലൂടെ ബുള്ളി ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇവിടെയാണ് ക്യൂർ പീപ്പിളിനെ കുറിച്ചിട്ടും കൂടിയും ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്നില്ലെന്നോ, ക്യൂർ പീപ്പിളിനെ കുറിച്ചിട്ടും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് ഫെമിനിസത്തിലും കൂടി കൊണ്ടുവരേണ്ട, ഫെമിനിസത്തിൽ ക്യൂർ പീപ്പിളിനെ ഉൾപ്പെടുത്തിയത് ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ്. പിന്നെ നമ്മൾ വേറെ ഉണ്ട് കേട്ടോ, ഇനി ഫെമിനിസത്തിന് വേറൊരു പകർപ്പ് എന്ന് പറയുന്നത് 5th വേവ് ഒക്കെ ഉണ്ട്. അതായത് നമ്മളെ മീ ടു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്കിപ്പോൾ 4th വേവ് വരെ തൽക്കാലം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ 4th വേവ് വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ നോക്കുക. ഓക്കെ, അതാണ് വേവ്സ് ഓഫ് ഫെമിനിസം. നെക്സ്റ്റ് നമുക്ക് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്താണെന്നുള്ളത് നോക്കാം. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഇൻ തിയറി ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ഹൗ വിമൻ ആർ റെപ്രസെൻറ്റഡ് ഓർ ഹൂസ് പോയിൻ്റ് ഓഫ് വ്യൂ ഈസ് റെപ്രസെൻറ്റഡ്. അപ്പോൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്, അതായത് നമ്മളൊരു ലിറ്ററേച്ചറിൻ്റെ മേഖലയിലോട്ട് വന്നു. ഇതുവരെ നമ്മൾ ഫെമിനിസം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നോക്കിയിരുന്നത്. ഇനി നമ്മൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ നോക്കുമ്പോൾ ഒരു ലിറ്ററേച്ചറിൻ്റെ മേഖലയിലോട്ട് വരുമ്പോൾ എന്താണ്, ഒരു തിയറീനെ സംബന്ധിച്ചിടത്തോളം വിമൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു പുസ്തകത്തിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിനിമയിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നോക്കുകയാണെങ്കിലും സ്ത്രീകളെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തതിൽ വെച്ചിട്ടുള്ളത്, തരം താഴ്ത്തിയിട്ടാണോ, അവർക്ക് കൊടുക്കേണ്ട റൈറ്റ്സുകൾ ഇല്ലാണ്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ നോക്കുക. അതുപോലെ തന്നെ ഹൂസ് പോയിൻ്റ് ഓഫ് വ്യൂ ഈസ് റെപ്രസെൻറ്റഡ്, ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, മെയിൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണെന്ന് ഒരു കാലം വരെ സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരുന്നത്. നിങ്ങൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പോലെ പറയുകയാണ് കേട്ടോ. നമ്മൾ ഈ മലയാളം സീരിയലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, നമുക്കത് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി മലയാളം സീരിയലുകൾ. കാരണം എപ്പോഴും സ്ത്രീകൾ ഒരു നെഗറ്റീവ് കഥാപാത്രം ആക്കിയിട്ടായിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഒരു ഭയങ്കര ദുഷ്ടത്തിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കും ഒരു വീട്ടിൽ, ആ സ്ത്രീനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മരുമകൾ കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അത് ഭയങ്കര ദുഷ്ടത്തി ക്യാരക്ടറിലായിരിക്കും സ്ത്രീകളെ കൊടുത്തിട്ടുണ്ടാവുക. അത്രയും ഇന്നസെൻ്റ് ആയിട്ടും ഒരു ഭയങ്കര എക്സ്ട്രീംലി ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു സ്ത്രീ ഉണ്ടായിരിക്കും. പുരുഷന്മാരൊക്കെ ഭയങ്കര നോർമലും ആയിരിക്കും അല്ലേ. നമുക്ക് ഒരിക്കലും ദഹിക്കാൻ പറ്റാത്ത ഒരു കോൺസെപ്റ്റാണ് മലയാളം സീരിയലുകൾ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്, അത് അധികവും എഴുതുന്നത് പുരുഷന്മാരാണ്. പുരുഷന്മാരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ആ ഒരു മലയാളം സീരിയലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഈ മലയാളം സീരിയലുകളുടെ കാര്യം പറയല്ലോ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതെന്താണെന്ന് വെച്ചാൽ ഒട്ടും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിലൂടെ ഒക്കെ മിസ്റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുന്നത്. ഈവൻ ഞാൻ നിങ്ങളോട് കൾച്ചർ സ്റ്റഡീസ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഇതിന് അവാർഡ് എന്തോ കൊടുത്തിരുന്ന സമയത്ത് ഒരു വട്ടം മലയാള സീരിയലുകൾക്ക് അവാർഡ് പോലും ഒരു വട്ടം കൊടുത്തിട്ടില്ല. കാരണം അതിലൂടെ പറയുന്നത് നമുക്കൊരിക്കലും ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു അവാർഡ് ഷോയിൽ ഒരു സീരിയലുകൾക്കും അവർ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിവേ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഈ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം പറയുന്നത്. പിന്നെ അലൈൻ ഷോവൾട്ടർ 3 സ്റ്റേജസ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതവർ പറഞ്ഞിട്ടുള്ളത് ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്ന അവരുടെ വർക്കിലാണ്. 1977 അവരത് എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വേവ്സ് ഓഫ് ഫെമിനിസത്തിൻ്റെ അലൈൻ ഷോവൾട്ടറിൻ്റെ സ്റ്റേജസ് ഓഫ് ഫെമിനിസം തമ്മിൽ മാറിപ്പോകരുത്. വേവ്സ് ഓഫ് ഫെമിനിസം അതാണ്,
സ്റ്റേജസ് ഓഫ് ഫെമിനിസം അല്ലെങ്കിൽ ഫേസസ് ഓഫ് ഫെമിനിസം എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഫേസസ് ഓഫ് ഫെമിനിസം കേട്ടോ, PHASES, മാറിപ്പോരുത്. അപ്പോൾ ഇതിൽ 3 എണ്ണമാണുള്ളത്: ഫെമിനൈൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ. വായിക്കുന്നേ ഉള്ളൂ, ഓൾറെഡി പറഞ്ഞതുകൊണ്ട് കേട്ടോ. ഫെമിനൈന് 1840 to 1880 വരെയാണ്. അപ്പോൾ ഇതൊരു ഇമിറ്റേഷൻ ഫേസാണ്. ഇവിടെ എന്താ പറയുക, സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് എഴുതാനൊക്കെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ അധികം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, പുരുഷന്മാരുടെ പേരിൽ അപരനാമത്തിൽ സ്യൂഡോണിമിലൊക്കെ അവർ എഴുതിയുണ്ടാക്കുക, അവരെ ഇമിറ്റേറ്റ് ചെയ്യുക, അവരുടെ റൈറ്റിങ്സിൽ ഇമിറ്റേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അവർ മെയിൽ റൈറ്റേഴ്സിനെ പോലെ എഴുതാൻ തുടങ്ങും. അപ്പോൾ ഒരു ഇമിറ്റേഷൻ ഫേസ് ആയിരുന്നു അത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ജോർജ് എലിയറ്റൊക്കെ. അവരവരുടെ അപരനാമത്തിലായിരുന്നു ആ ഒരു ടൈമിൽ എഴുതിയിരുന്ന. ഒരു സ്ത്രീ ആണെങ്കിലും ആ ഒരു അപരനാമത്തിൽ അവർ എഴുതി. പിന്നെ ഫെമിനിസ്റ്റ്, രണ്ടാമത്തെ ഫേസ്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1880 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ വിമൻ റൈറ്റേഴ്സ് എന്താ ചെയ്തത്, ദേ യൂസ്ഡ് ടു ഡെപ്പിക്ട് ദ സ്ട്രഗിൾ കോൺഫ്ലിക്ട്സ് ഓഫ് വിമൻസ് ഇൻ ദ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി. അപ്പോൾ ഇതൊരു റാഡിക്കൽ പീരിയഡാണ്. അതായത് എതിർക്കേണ്ടതാണ് ഇതിനെയൊക്കെ. നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രഗിളൊന്നും നമ്മൾ അനുഭവിക്കേണ്ടതല്ല, നമ്മൾ ഇതിനൊക്കെ ഫൈറ്റ് ചെയ്യണം. ഒരു റാഡിക്കൽ എന്ന് പറയില്ലേ, ഒരു എന്താ പറയുക, അതിനെന്താ പറയുക, ഒരു വാറ് പോലെ, ഒരു തിരിച്ച് പറയുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പീരിയഡാണിത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രഗിളിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു ഫൈറ്റ് രൂപത്തിൽ അവരെന്ത് ചെയ്തു, എഴുതി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എലിസബത്ത് റോബിൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഫേസ് ഫീമെയിലാണ്, 1920 ഓൺവേർഡ്സ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സെൽഫ് ഡിസ്കവറി ഫേസ്, അതായത് അവനവനെ തന്നെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പീരിയഡാണത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ അവരുടെ തന്നെ ഇതിങ്ങനെ ഈ ഒരു പീരിയഡിൽ അവരെന്ത് ചെയ്തില്ല, അങ്ങനെ വെറുതെ ആണുങ്ങൾക്കെതിരെ പറയുക അങ്ങനെയൊന്നും അവർ ചെയ്യാൻ നിന്നില്ല. മറിച്ച് അവരെന്താ ചെയ്തത്, അവർക്ക് അവരുടേതായ കുറേ എക്സ്പീരിയൻസുകളുണ്ട്, അവർക്ക് അവരുടേതായ കുറേ ഇമോഷൻസുകളുണ്ട്. അതിനെ മനസ്സിലാക്കി അതിനെക്കുറിച്ചിട്ട് എഴുതാൻ തുടങ്ങി. മറ്റേതിൽ അവർ എതിർത്തു. സെക്കൻഡ് ഫേസിൽ അവരെന്താ ചെയ്തത്, ആണുങ്ങൾക്കെതിരെ എതിർത്തു, അവരനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കെതിരെ എതിർത്തൊരു ഫൈറ്റ്, ഒരു റാഡിക്കലായിട്ടുള്ളൊരു സംഭവമായിരുന്നു അവർ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ മനസ്സിലായി, നമുക്ക് സെൽഫ് ഡിസ്കവറി, നമുക്ക് നമ്മളുടേതായ ഇമോഷൻസും എക്സ്പീരിയൻസുകളും ഉണ്ടല്ലോ, നമുക്ക് അതിലൂടെ എഴുതാം എന്ന് പറഞ്ഞ് കണ്ടെത്തി. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡൊറോത്തി റിച്ചാർഡ്സൺ ഒക്കെ കേട്ടോ. അപ്പോൾ അതാണ് ഫേസസ് ഓഫ് ഫെമിനിസം. നെക്സ്റ്റ് വരുന്നത് വുമൺ ആസ് റീഡറും വുമൺ ആസ് റൈറ്ററും. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വുമൺ ആസ് റീഡർ എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയും. വുമൺ ആസ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയും. ഇതും എലൈൻ ഷോവൾട്ടറിൻ്റെ 2 കോൺസെപ്റ്റുകളാണ്, നമ്മുടെ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കും ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. 2 കാറ്റഗറി ആയിട്ടാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്കും ഗൈനോ ക്രിറ്റിസിസും. നമുക്കതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണിത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്താണെന്നുള്ളത് നോക്കാം. ഫെമിനിസ്റ്റ് ക്രിട്ടിക്, അപ്പോൾ ഇതിൽ വുമൺ ആസ് എ റീഡർ, ഒരു സ്ത്രീ ഒരു വായനക്കാരിയാണ്. സ്ത്രീ സ്വന്തമായിട്ട് എഴുതുന്നില്ല, സ്ത്രീ ഒരു വായനക്കാരി എന്നുള്ളൊരു രീതിയിൽ. വായനക്കാരി എന്ന് പറയുമ്പോൾ സ്ത്രീ എഴുതുന്നില്ലെങ്കിൽ പിന്നെ എഴുതുന്നത് മൊത്തം ആരായിരിക്കും, പുരുഷന്മാരായിരിക്കും അല്ലേ. അപ്പോൾ പുരുഷന്മാർ അവിടെ എഴുതുന്നുണ്ടായിരിക്കും, അതിനെ നോക്കി കാണുക മാത്രമാണ് സ്ത്രീകൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഫേസും ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു ലെവൽ ഇവിടെ ഉണ്ടായിട്ട്. അതേപോലെ വേറൊരു ലെവലാണ് സ്ത്രീകൾ എഴുതാൻ തുടങ്ങിയത്, അതാണ് ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സ്ത്രീകൾ എഴുതാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ഫേസ് വിമൺ ആസ് എ റീഡർ, ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക്. വുമൺ ഒരു സ്ത്രീ എങ്ങനെ വായനക്കാരിയാകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ച് പറയുന്നു. ഹിയർ ഇവിടെ എന്താ നടക്കുന്നത്, വുമൺ റീഡ് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൽ റൈറ്റേഴ്സ്. ആദ്യം സ്ത്രീകൾ എന്ത് ചെയ്യും, പുരുഷന്മാർ എഴുതിയിട്ടുള്ള ഒരുപാട് വർക്കുകളുണ്ട്, ലിറ്ററേച്ചറുകളുണ്ട്, അതിരുന്ന് വായിക്കും. എന്നിട്ടോ ഇറ്റ് എക്സ്പോസസ് ദ സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജ് ഓഫ് വിമൺ ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് വളരെ സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ടുള്ള, അതായത് സ്ത്രീകളിങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വളരെ പഴഞ്ചനായിട്ടുള്ള രീതിയിലായിരിക്കും പുരുഷന്മാരെ എഴുതിയിട്ടുണ്ടാവുക. നമ്മൾ അങ്ങനെയല്ലേ, നമുക്ക് എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ കാര്യം സേഫ് ആക്കാനല്ലേ നമ്മൾ നോക്കാറുള്ളത്. അത്രേ പുരുഷന്മാരും ചെയ്തുള്ളൂ. പുരുഷന്മാർ എഴുതിയ സമയത്ത് പുരുഷന്മാർക്ക് ഒരു സേഫ്റ്റി കിട്ടുന്ന രീതിയിൽ അവരെഴുതി. സ്ത്രീകൾ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ ടിപ്പിക്കലായിട്ട് സ്ത്രീകൾ വീട്ടിൽ നിന്ന് പണിയെടുത്ത് അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ സ്ത്രീകൾ അവിടെ ഇങ്ങനെ സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ട് വെച്ചു. അപ്പോൾ അത്തരത്തിലുള്ള റൈറ്റിങ്സ് ആയിരുന്നു അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇറ്റ് ഓൾസോ അണർട്സ് നെഗ്ലക്റ്റഡ് സപ്രസ്ഡ് വിമൻ റൈറ്റേഴ്സ്.
പിന്നെ നമുക്ക് ഈ ഒരു വിമൻ ആസ് എ റീഡറിൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ശരിക്കും എഴുതാൻ താല്പര്യപ്പെടുന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക് എഴുതാൻ കിട്ടാത്ത സാഹചര്യങ്ങളാണ്. റൈറ്റേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഒഴിവാക്കി വിട്ട അവർ എഴുതിയ റൈറ്റിങ്സ് സ്ത്രീകൾ എഴുതിയ റൈറ്റിങ്സ് നെഗ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ത്രീകളെ, അങ്ങനത്തെ കാര്യങ്ങളും ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വുമൺ ആസ് എ റീഡർ എന്ന് പറയുന്ന ആ ഒരു ഫേസിൽ അങ്ങനെയുമുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫെമിനിസ്റ്റ് ക്രിട്ടിക് ആർഗ്യൂ ദാറ്റ് ദ പോർട്രയൽ ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ ഈസ് നോട്ട് ഒതൻറ്റിക് ആസ് ദ പോർട്രയൽ ഈസ് പ്രസൻറ്റഡ് ബൈ മെൻ ഫ്രം ദെയർ ഓൺ പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പുരുഷന്മാരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. പോർട്രയൽ ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ ഇസ് നോട്ട് ഒതൻറ്റിക്, അത് ശരിയായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ല. കാരണം മെയിലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് നോട്ട് ഒതൻറ്റിക്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ല. എന്നിട്ട് അവർ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്, ഇറ്റ് എക്സ്പോസസ് സച്ച് ഫാൾസ് ഡെപ്പിക്ഷൻ ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ, ഫിലിംസ്, കൾച്ചർ ആൻഡ് അതർ പോപ്പുലർ മീഡിയ. ഏതൊരു മേഖലയിലാണെങ്കിലും, ലിറ്ററേച്ചറിലാണെങ്കിലും ഫിലിമിലാണെങ്കിലും കൾച്ചറിലാണെങ്കിലും ഏതൊരു മേഖലയിലും സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഫാൾസ് ആയിട്ടാണ്, ഫാൾസ് ഡെപ്പിക്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലൊന്നും പറയുന്നുണ്ട് അല്ലേ, മെൻ ലുക്ക് അറ്റ് വിമൻ ഫ്രം ദെയർ പോയിൻ്റ് ഓഫ് വ്യൂ ആൻഡ് ഈവൻ ടീച്ച് വിമൻ ടു ലുക്ക് അറ്റ് ദംസെൽഫ് ഫ്രം ദ മെൻസ് പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് പുരുഷന്മാർ സ്ത്രീകളെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതായത് അവർ എഴുതുന്നതിലൂടെ, നമുക്ക് എഴുത്തിലൂടെയാണ് കാലം സഞ്ചരിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അവർ എഴുതി വയ്ക്കുകയാണ് സ്ത്രീകൾ ഇങ്ങനെയാണ്. അപ്പോൾ അവരെ എഴുതി വയ്ക്കുക മാത്രമല്ല, സ്ത്രീകളെ പഠിപ്പിച്ച് വെച്ചും കൂടിയാണ്. അതായത് നമ്മളിങ്ങനെ സൈക്കോളജിക്കലി മാറ്റുക എന്ന് പറയില്ലേ, അതുപോലെ മാറ്റി വെച്ചിരിക്കുകയാണ് സ്ത്രീകൾ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, നിങ്ങളിങ്ങനെ സ്റ്റീരിയോടൈപ്പിൽ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്ന് പറയുന്ന ഒരു സാധനം. ഇതാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്നത്. സിമ്പിൾ വേർഡ്സ് ആണ് കേട്ടോ, നിങ്ങൾ വായിച്ച് നോക്കിയാൽ തന്നെ കിട്ടും. ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ കൾച്ചർ സ്റ്റഡീസിൽ പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയുന്നത് ഗൈനോ ക്രിറ്റിസിസം ആണ്. ഗൈനോ ക്രിറ്റിസിസം പറയുന്നത് എന്താണ്, വിമൺ ഒരു പ്രൊഡ്യൂസർ, അതായത് വിമൺ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വിമൺ ഒരു റൈറ്റർ എന്നുള്ളൊരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, എഴുതുന്ന ആൾ, റൈറ്റർ ആൻഡ് ക്രിയേറ്റർ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്. ലിറ്ററേച്ചറും ആർട്സും, അതായത് ഫിലിമിൻ്റെ മേഖല, അഡ്വർടൈസിങ്ങിൻ്റെ മേഖലയും കൾച്ചറിൻ്റെ മേഖലയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ലിറ്ററേച്ചറും ആർട്സൊക്കെ സ്ത്രീകൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഗൈനോ ക്രിറ്റിസിസം പഠിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ, ഇറ്റ് സ്റ്റഡീസ് ദ പ്രോബ്ലംസ് ഓഫ് ഫീമെയിൽ ക്രിയേറ്റീവ് റൈറ്റേഴ്സ്. ഇതിൽ സ്ത്രീകളുടെ എഴുത്തുകളെ കുറിച്ചിട്ട്, അതിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഗൈനോ ക്രിറ്റിസിസം ഡെവലപ്സ് ന്യൂ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് വിമൻ റൈറ്റേഴ്സ് റാദർ ദാൻ അഡോപ്റ്റിംഗ് ദ മോഡൽസ് ക്രിയേറ്റഡ് ബൈ മെയിൽ റൈറ്റേഴ്സ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, നമുക്ക് പുതിയ പുതിയ മെത്തേഡുകൾ, സ്ത്രീകളിപ്പോൾ ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർ, നമുക്കിതിന് മുന്നേ കാലഘട്ടം വരെ എങ്ങനെയായിരുന്നു, പുരുഷന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരുന്നു സ്ത്രീകളെ മനസ്സിലാക്കിയിരുന്നത്. കാരണം ലിറ്ററേച്ചറിൽ പുരുഷന്മാരാണ് സ്ത്രീകളെ കുറിച്ച് എഴുതിയിരുന്നത്. ഇപ്പോൾ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ കുറിച്ചിട്ട് എഴുതുകയാണ്. അപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന മെത്തേഡുകളിലൊന്നും നമുക്ക് സ്ത്രീകളെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് പുതിയ പുതിയ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ത്രീകളെ മനസ്സിലാക്കാൻ എന്നാണ് ഗൈനോ ക്രിറ്റിസിസത്തിൽ പറയുന്നത്. കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? അതായത് നേരത്തെ നമ്മൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ പറഞ്ഞത് പുരുഷന്മാർ സ്ത്രീകളെക്കുറിച്ച് എഴുതി വെച്ചു. അപ്പോൾ പുരുഷന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള സാധനങ്ങളാണ് നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അത് പറ്റില്ല, ഇനി സ്ത്രീകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ന്യൂ മെത്തേഡുകൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, സൈക്കോ അനാലിസിസ്, മാർക്സിസം, അങ്ങനെ ഒരുപാട് തിയറീസുകൾ അല്ലെങ്കിൽ ഒരുപാട് മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട്, ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ത്രീകളുടെ എഴുത്തിനെ കുറിച്ചിട്ട് പഠിക്കണം എന്ന് പറയുകയാണ്. വിമൻ മസ്റ്റ് ഫ്രീ ദംസെൽഫ് ഫ്രം മെയിൽ ലിറ്റററി ട്രഡീഷൻ ആൻഡ് ഡിസ്കവർ ദ വിമൻ റൈറ്റേഴ്സ് ബറീഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ക്രിയേറ്റ് സെപ്പറേറ്റ് ലിറ്റററി ട്രഡീഷൻ ഓഫ് വിമൻ റൈറ്റേഴ്സ് ഓൺലി. എന്നിട്ട് പറയാണ്, സ്ത്രീകൾ ആദ്യം തന്നെ പുരുഷന്മാരെ പോലെ എഴുതുക, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഇൻഫ്ലുവൻസ് എഴുതുക, അതിൽ നിന്ന് തന്നെ വിട്ടുപോയിട്ട് സ്വന്തമായിട്ട് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പണ്ട് പാസ്റ്റിൽ ബറി ചെയ്ത് വെച്ചതാണ് നിങ്ങൾ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരണം എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ളൊരു റൈറ്റിംഗ് സ്കിൽസുകൾ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ പറയാണ്, വിമൻ മസ്റ്റ് യൂസ് ലിറ്ററേച്ചർ ടു എക്സ്പ്രസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എഴുത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടത്? പുരുഷന്മാരിപ്പോൾ സ്ത്രീകളെ മോശമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തൊരു ഫാൾസ് ഡെപ്പിക്ഷൻ ചെയ്തല്ലോ, അങ്ങനെയൊന്നും റെപ്രസെൻറ്റ് ചെയ്യാനല്ല. നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇതിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിറ്ററേച്ചർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ
പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറയുന്നത് കേട്ടോ. വിമൻ മസ്റ്റ് യൂസ് ലിറ്ററേച്ചർ ടു എക്സ്പ്രസ്, പിന്നെ എന്താണ് ഗൈനോ ക്രിറ്റിസിസം എംഫസൈസ് ദാറ്റ് വിമൻ ഷുഡ് നോട്ട് റിലൈ ടോട്ടലി ഓൺ ദ തിയറീസ് ഡെവലപ്ഡ് ബൈ മെയിൽ റൈറ്റേഴ്സ്. അതായത് പുരുഷന്മാർ എഴുതിയിട്ടുള്ള റൈറ്റിങ്സുകൾ അതിനെ ഒട്ടും തന്നെ റിലൈ ചെയ്യരുത്. ഷുഡ് നോട്ട് റിലൈ, അതായത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. നേരത്തെ പറഞ്ഞ സെയിം സാധനം, പുരുഷന്മാർ എഴുതിയ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ ഇങ്ങനെ നോക്കി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊന്നും നിങ്ങൾ ഇനി എഴുതാൻ നിൽക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഓൺ സംഭവങ്ങൾ ഉണ്ടാക്കി എഴുതാൻ നോക്കുക. ദേ ഷുഡ് ഡെവലപ്പ് ദെയർ ഓൺ, ഇതാ ഞാൻ പറഞ്ഞത്, ദേ ഷുഡ് ഡെവലപ്പ് ദെയർ ഓൺ അക്കോർഡിംഗ് ടു വിമൻസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഫീമെയിൽ എക്സ്പീരിയൻസസ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. വിമൻ ഷുഡ് ഡെവലപ്പ് ദെയർ ഓൺ ലാംഗ്വേജ് സ്യൂട്ടബിൾ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയുകയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കേട്ടിട്ടുണ്ടാവും, അതായത് അടുക്കളയിൽ പണിയെടുക്കുകയാണ് സ്ത്രീകൾ. അപ്പോൾ തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട്, ഈ അടുക്കളയിൽ പണിയെടുക്കേണ്ടവൾ സ്ത്രീയാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയും, ഇനിയിപ്പോൾ ഏതെങ്കിലും ആ വീട്ടിലത്തെ ഏതെങ്കിലും ഒരു പുരുഷൻ ആ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്യുകയാണ് അങ്ങനെയാണ് പറയുക അല്ലേ, പുരുഷൻ ഹെൽപ്പ് ചെയ്യുന്നു ആ സ്ത്രീനെ. അതെന്താ അങ്ങനെ? അതൊരു തെറ്റായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. ആ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന വേർഡ് തന്നെ തെറ്റാണ്. ശരിക്കും അങ്ങനെയാണോ അവിടെ പറയേണ്ടത്? സ്ത്രീൻ്റെയും പുരുഷൻ്റെയും കൂടിയും കടമ, രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കണ്ടേ? അപ്പോൾ രണ്ടുപേരും കൂടി അല്ലേ ആ ഒരു അടുക്കളയിൽ ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ അവിടെ ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞൊരു സാധനം അല്ല വരേണ്ടത്. മറിച്ചിട്ട് എന്താ വേണ്ടത്? രണ്ടുപേരുടെയും കൂടിയും ഒരു ഡ്യൂട്ടിയാണ്. അവനവന് ഫുഡ് വേണമെങ്കിൽ അവനവൻ ഫുഡ് രണ്ടുപേരും കൂടി പ്രിപ്പയർ ചെയ്യണം. ഒരാളല്ല അവിടെ, ഒരാളുടെ മേത്തിക്കല്ല അത് ഇടേണ്ടത്, രണ്ടുപേരും കൂടി എന്ത് ചെയ്യണം, ചെയ്യണം. അപ്പോൾ ഹെൽപ്പ് എന്ന് പറയുന്നൊരു വേർഡേ അവിടെ തെറ്റാണ്. അപ്പോൾ അതാ പറയുന്നത്, വിമൻ എന്ത് ചെയ്യണം, ഷുഡ് ഡെവലപ്പ് ദെയർ ഓൺ ലാംഗ്വേജ് സ്യൂട്ടബിൾ. അപ്പോൾ ഇത്തരത്തിലൊക്കെ മെയിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിനൊക്കെ ചേഞ്ച് ചെയ്യണം. അവർക്ക് അവരുടേതായ ലാംഗ്വേജ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, എന്നിട്ട് അവരുടെ എക്സ്പീരിയൻസും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അവർക്ക് ഷെയർ ചെയ്യാനും സാധിക്കണം. ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എക്സാമിന് ചോദിക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ്. നെക്സ്റ്റ്, ഫ്രഞ്ച് ഫെമിനിസം. ഫ്രഞ്ച് ഫെമിനിസം, ഈ ഒരു എക്രിച്ചർ ഫെമിനൈൻ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഫ്രഞ്ച് ഫെമിനിസം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത്. പുതിയൊരു ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇതൊരു തിയററ്റിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ മുന്നേ മറ്റേ ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലെ തന്നെ തിയറി ബേസ് ചെയ്തിട്ടാണ്, ഒരു മൂവ്മെൻറ്റ് പോലെ എന്നല്ല, ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അമേരിക്കൻ്റെയും ബ്രിട്ടീഷിനേക്കാളും കുറച്ചും കൂടിയും അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ ഫെമിനിസത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്നിരുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒരു തിയററ്റിക്കലി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഫ്രഞ്ച് റവല്യൂഷൻ വന്നു 1789. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതിന് ശേഷമായിരുന്നു ഈ ഒരു ഫ്രഞ്ച് ഫെമിനിസം വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സാണ് ജൂലിയ ക്രിസ്റ്റീവിയും ഹെലൻ സിക്സസും ഒക്കെ. അപ്പോൾ ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാംഗ്വേജിനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗൈനോ ക്രിറ്റിസിസത്തിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഏതാണ്ടൊരു പോലെ തന്നെയാണ് ഫ്രഞ്ച് ഫെമിനിസത്തിൽ നടന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയുകയാണ്. ഇവർ ലാംഗ്വേജിനെ ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ലാംഗ്വേജിനെ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ, ആ ഒരു ടേമിനെയാണ് എക്രിച്ചർ ഫെമിനൈൻ എന്ന് പറയുന്നത്. എക്രിച്ചർ ഫെമിനൈൻ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ഫ്രഞ്ച് ടേമാണ്. ഫീമെയിൽ റൈറ്റിംഗ് എന്നാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്. എക്രിച്ചർ ഫെമിനൈൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റൈറ്റിംഗ് ആണ്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെലൻ സിക്സസ് ആണ്. 1979 ഈ ഒരു ടേം ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്രിച്ചർ ഫെമിനൈൻ എന്ന് പറയുന്ന ഒരു ടേം. പക്ഷേ 1789 ഓൺവേർഡ്സ് ഫ്രഞ്ച് ഫെമിനിസം അത്രയും പോപ്പുലറാണ് കേട്ടോ. അതായത് മറ്റുള്ള അമേരിക്കയും ബ്രിട്ടനേക്കാളും കുറച്ചുകൂടി പോപ്പുലറാണ് ഈ സംഭവം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ക്രിച്ചർ ഫെമിനൈൻ എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകൾ എഴുതുന്ന നമ്മൾ ഏതൊരു ലിറ്റററി വർക്കും എന്തെടുത്ത് നോക്കിയാലും അതിൽ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്രിയാർക്കലാണ്. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഹെൽപ്പ് ചെയ്യുക, കുക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക. ആ ഹെൽപ്പ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ തെറ്റാണ്. അപ്പോൾ ഹൈലി പെട്രിയാർക്കലാണ്. അപ്പോൾ ഇനിയുള്ള സ്ത്രീ എഴുത്തുകാർ, ഫെമിനിസ്റ്റ് എഴുത്തുകാർ വരുമ്പോൾ നീഡ് ടു ഇൻവെൻറ്റ് ന്യൂ ലാംഗ്വേജ്, പുതിയ ലാംഗ്വേജിൽ എഴുതുക. പുതിയ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇംഗ്ലീഷ് കട്ട് ചെയ്തിട്ട് വേറെ ലാംഗ്വേജ് കണ്ടുപിടിച്ച് എഴുതുക, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ തന്നെ പറയുന്ന കുറേ വേർഡ്സുകളുണ്ട്, കുറേ സെൻറ്റൻസുകളുണ്ട്, കുറേ കോൺസെപ്റ്റുകളുണ്ട്. ഇതിനെ മാറ്റുക, പാട്രിയാർക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള കോൺസെപ്റ്റിനെ മാറ്റി എഴുതാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ്, സ്കൂൾസ് ഓഫ് ഫെമിനിസം. ഇതും പഠിച്ചതാണ് നമ്മൾ മുന്നേ. അപ്പോൾ ഒന്ന് റാഡിക്കൽ ഫെമിനിസമാണ്. ഇത് US എമേർജ് ചെയ്ത്, പെട്ടെന്ന് പറയാം കേട്ടോ. റാഡിക്കൽ ഫെമിനിസം US എമേർജ് ചെയ്തിട്ടുള്ളത്. ഇത്
ഇവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പാട്രിയാർക്കൽ ഒരു സംഭവമാണ് നമ്മളെ ലോകം മൊത്തം നടക്കുന്നത്. പാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അതായത് പുരുഷ മേധാവിത്വം അതാണ് പറയുന്നത്. പുരുഷൻ ഡൊമിനൻ്റ് ആയിട്ടുള്ള അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പേട്രിയാർക്കലാണ് നമ്മളതിന് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെയിൽ സുപ്രീമസി ഇവിടെ വേണ്ട. അപ്പോൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് കൂടുതൽ ഇക്വിറ്റബിളായിട്ട് ഈക്വാലിറ്റി വരുന്ന രീതിയിൽ റീസ്ട്രക്ചർ ചെയ്യുക. അതാണ് റാഡിക്കൽ ഫെമിനിസത്തിൽ പറയുന്നത്. അതായത് എതിർക്കുക, റാഡിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഫൈറ്റ് ചെയ്യുക, എതിർക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവത്തിനെ എതിർത്ത് നല്ലൊരു സംഭവം കൊണ്ടുവരാം. അടുത്തത് മാർക്സിസ്റ്റ് ഫെമിനിസം. അത് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് മാർക്സിസം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ മാർക്സിസം എന്ന് പറഞ്ഞ ബ്രാഞ്ചും ഫെമിനിസം എന്ന് പറയുന്ന ഈ രണ്ട് തിയറിയും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതിലെന്താണ് അവർ നോക്കുന്നത് എന്ന് വെച്ചാൽ ജെൻഡറിനെ നോക്കുന്ന സമയത്ത് ക്ലാസിൻ്റെ കാര്യങ്ങളും കൂടിയും അവർ നോക്കുന്നുണ്ട്. ക്ലാസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ക്ലാസ്, ലോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണല്ലോ മെയിനായിട്ട് മാർക്സിസത്തിൽ ഫോക്കസ് ചെയ്യുന്നത്, ലേബർ ആയിട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരുടെ ഇടയിൽ, ക്യാപിറ്റലിസത്തിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന സ്ത്രീകൾക്ക് വരുന്ന ചൂഷണത്തിനെ കുറിച്ചിട്ടായിരുന്നു മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ വരുന്നതാണ് ലെസ്ബിയൻ ഫെമിനിസം. അപ്പോൾ ഇവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ദേ വാണ്ട് ടു ലെജിറ്റിമൈസ് ദി സെയിം സെക്സ് മാരേജ്. അതായത് കുറച്ചും കൂടി ലീഗലാക്കണം സെയിം സെക്സ് മാരേജ്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലീഗലാക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ലെസ്ബിയൻ ഫെമിനിസം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ രണ്ട് തരത്തിലാണ് ഇവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്തത്. നമ്മൾ ആഫ്രിക്കൻ വിമൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവർ സ്ത്രീ എന്നുള്ള രീതിയിലും ലെസ്ബിയൻസ് എന്നുള്ള രീതിയിലും ഇവർ ഡിസ്ക്രിമിനേറ്റഡ് ആണ്. പിന്നെ പറയുന്നത് ബ്ലാക്ക് ഫെമിനിസം ആണ്. ബ്ലാക്ക് ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത് ആഫ്രോ അമേരിക്കൻ പീപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്, സ്ത്രീകളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവർക്ക് ക്ലാസിൻ്റെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിൽ, റേസിൻ്റെ പേരിൽ, പിന്നെ കളറിൻ്റെ പേരിൽ, വിമൺ ആണെന്നുള്ള പേരിൽ ഒരുപാട് തരത്തിലാണ് ഇവർക്ക് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവരെ എന്താ പറയുക, നെഗ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒരു മാർജിനലൈസ്, ഒരു മുക്കിലോട്ട് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ഫെമിനിസം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞല്ലോ, വേവ്സ് ഓഫ് ഫെമിനിസം പറഞ്ഞപ്പോൾ പറഞ്ഞു സെക്കൻഡ് വേവിൽ ഇവരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, തേർഡ് വേവിലാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ സെക്കൻഡ് വേവോട് കൂടെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഫെമിനിസം വരുന്നത്. ഈ ബ്ലാക്ക് ഫെമിനിസത്തിന് ആലീസ് വാക്കർ ഒരു പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു, വുമണിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വുമണിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വുമണിസം എന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആലീസ് വാക്കർ ബ്ലാക്ക് ഫെമിനിസത്തിന് വുമണിസ്റ്റ് മൂവ്മെൻറ്റ് എന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ദളിത് ഫെമിനിസമാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ വരുന്നൊരു ഫെമിനിസമാണ്. അപ്പോൾ തേർഡ് വേൾഡിൽ, അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെമിനിസത്തിൽ വരുന്ന ഒരു ഇഷ്യൂ ഇൻ ഫെമിനിസമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒപ്രഷൻ, ഓസ്ട്രസൈസിങ്, എക്സ്പ്ലോയിറ്റേഷനൊക്കെ സ്ത്രീകൾക്ക് നടക്കുന്നുണ്ട്. ഒപ്രഷൻ, അടിച്ചമർത്തുക, ഓസ്ട്രസൈസിങ്, അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ, ഓസ്ട്രസൈസിങ്, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് നടക്കുന്നുണ്ട്, ദളിത് സ്ത്രീകൾക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഒരു സ്കൂൾ ഓഫ് ഫെമിനിസം കൊണ്ടുവന്ന ദളിത് ഫെമിനിസം. ഫെമിനിസത്തിന് ഒരുപാട് മേഖലകൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ, ഡിഫറെൻറ്റ് മേഖലകളാണിത്. അടുത്തത് വുമണിസം എന്താണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ ബ്ലാക്ക് ഫെമിനിസം പറഞ്ഞപ്പോൾ ആലീസ് വാക്കർ ബ്ലാക്ക് ഫെമിനിസത്തിന് വുമണിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് വുമണിസം. അപ്പോൾ ഇതൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഇത് ആദ്യം ബ്ലാക്ക് ഫെമിനിസ്റ്റുകളായിരുന്നു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സ്പെല്ലിംഗ് തെറ്റാട്ടോ ആലീസ് വാക്കറിൻ്റെ, അതൊന്ന് ശ്രദ്ധിക്കുക. ബ്ലാക്ക് ഫെമിനിസ്റ്റുകളായിരുന്നു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ആലീസ് വാക്കർ, ആക്കട്ടോ അത് നിങ്ങൾ ആലീസ് വാക്കറിൻ്റെ വർക്കായിട്ടുള്ള ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻ നിന്നാണ് 1988 അവർ എഴുതിയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിൽ നിന്നും ആണ് കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മുന്നേ തന്നെ ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്തു, ഈ ഒരു മൂവ്മെൻറ്റിന്, ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ ഒരു മൂവ്മെൻറ്റ് എമേർജ് ചെയ്തു, ഇൻഫ്ലുവൻസ് ആയത് ഇവരുടെ ഒരു വർക്കാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ത് ഇഷ്യൂ ആണെന്ന് വെച്ചാൽ ബ്ലാക്ക് വിമൻ്റെ കാര്യമാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഫെമിനിസത്തിൽ പറഞ്ഞ പോലെ ബ്ലാക്ക് വിമൻ്റെ കാര്യം പറയുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് അവർ അതിൽ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. എല്ലാ പ്രശ്നങ്ങളും ഇവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹോൾ ഇൻക്ലൂഷൻ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ഇവരിതിൽ ശ്രദ്ധിക്കാറുണ്ട്, ഫാമിലികളിൽ വരുന്ന പ്രശ്നങ്ങളും ഇവരിതിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ആലീസ് വാക്കറാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് സിഗ്നിഫൈ ചെയ്യുന്നത് ഓൾ മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്, എല്ലാ കാര്യങ്ങളെയും കൂടിയും വേൾഡിൽ നടക്കുന്ന എല്ലാ മൂവ്മെൻറ്റുകളും കൂടിയും ഉൾപ്പെടുത്താറുണ്ട് ഈ ഒരു ബ്ലാക്ക് വിമണിസം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ.
പിന്നെ അതുകൊണ്ടാണ് ഇറ്റ് ഫോക്കസ് ഓൺ ഇൻ്റർസെക്ഷണൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഹാപ്പനിങ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ലൈക്ക് ക്ലാസ്, ജെൻഡർ, റേസ്. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തേർഡ് വേവ് ഓഫ് ഫെമിനിസത്തിൽ പറഞ്ഞ കോൺസെപ്റ്റാണിത് കേട്ടോ. ഇറ്റ് ഫോക്കസ് ഓൺ ഇൻ്റർസെക്ഷണൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇൻ്റർസെക്ഷണൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻസ് അനുഭവിക്കുന്നത് അങ്ങനെയാണ്, ലെസ്ബിയൻസ് അനുഭവിക്കുന്നത് അങ്ങനെയാണ്, ഡിഫറെൻറ്റ് ഡബിൾ ഡിസ്ക്രിമിനേഷനൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസും ജെൻഡറും റേസും എന്ത് ബേസ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ അനുഭവിക്കുന്നവർക്കൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തണൽ പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട ഒരു കാര്യം എന്താണ്, സിസ്റ്റർഹുഡ് ഓഫ് ഓൾ വിമൻ. എല്ലാ സ്ത്രീകളും ഒരുപോലെ ഒരു സിസ്റ്റർഹുഡ് ക്രിയേറ്റ് ചെയ്യണം. അതായിരുന്നു ഇവരുടെ ഒരു ഇവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ തന്നെ അതായിരുന്നു. പിന്നെ ഇവർ കറേജോട് കൂടെ ചെയ്യണം, അതേപോലെ തന്നെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി വേണം എന്നൊക്കെ അവകാശപ്പെടുന്നു. അതും അവരുടെ ഒരു കോൺസെപ്റ്റായിരുന്നു. കറേജും റെസ്പോൺസിബിലിറ്റിയുടെ പറ്റിയിട്ടുള്ളൊക്കെ ഇമ്പോർട്ടൻസ് അത് അവർക്ക് സ്വയം വേണം, അത് മറ്റുള്ളവർക്കും കൊടുക്കണം, മറ്റുള്ളവർക്കും അത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫെമിനിസം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള വേറൊരു ടേമാണ് പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ് മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റീനെ കുറിച്ച് പറയുന്നത് അല്ലേ, പുരുഷന്മാരുടെ ആധിപത്യം, പുരുഷന്മാർ മെയിനായിട്ട് നിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ അവരുടെ കീഴിൽ നിൽക്കുക, ആ ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കാം. പാട്രിയാർക്കി ഈസ് എ സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് പൊസിഷൻസ് ഓഫ് അതോറിറ്റി ആർ പ്രൈമർലി ഹെൽഡ് ബൈ മെൻ. പാട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമാണ്, സൊസൈറ്റിയിൽ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത, അല്ലാതെ ജനിച്ചപ്പോൾ തൊട്ടേ പാട്രിയാർക്കി ഒന്നല്ല ഇവിടെ, സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു സാധനമാണ്. ഇതിലെന്താണ് ഈ സൊസൈറ്റീൻ്റെ പ്രൈമറി പൊസിഷൻ, അതായത് മെയിൻ ആയിട്ടുള്ള സംഭവം ഞങ്ങൾ ആണുങ്ങളെ കയ്യിലാണ്, ഞങ്ങൾ പുരുഷന്മാരെ കയ്യിലാണ് എന്ന് പറയുന്നത്, ഹെൽഡ് ബൈ മെൻ. ടേം patriarchy is used both in anthropology to describe the family or clan controlled by the father or eldest male or group of males. In a feminist theory to describe a broader social structure in which men as a group dominate society. ഓക്കെ, ഈ പേട്രിയാർക്കീനെ സാധാരണ ഒരു പേട്രിയാർക്കീൻ്റെ ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ പേട്രിയാർക്കീനെ ആരെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ഒരു ഫാമിലിയിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ രണ്ട് പുരുഷൻ, അവിടുത്തെ അച്ഛൻ, ഫാദർ, അല്ലെങ്കിൽ എൽഡസ്റ്റ് മെയിൽ, ഏറ്റവും മൂത്ത പുരുഷൻ, കാരണവർ എന്നൊക്കെ പറയില്ലേ, കാരണവർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആണുങ്ങൾ, ഇവരൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കുടുംബത്തിനെയാണ് ഒരു ക്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം, ഒരു കുടുംബം, അതിനെയാണ് നമ്മൾ പേട്രിയാർക്കി എന്ന് പറയാമെന്ന് ആന്ത്രോപോളജിയിൽ അങ്ങനെ പറഞ്ഞാലും ഫെമിനിസ്റ്റ് തിയറിയിൽ അവരെന്താ പറയുന്നത്, പുരുഷൻ ആധിപത്യം നേടുന്നത്, പുരുഷൻ ഡോമിനേറ്റ് ആയിട്ടിരിക്കുക, സ്ത്രീകളൊക്കെ അതിൻ്റെ അടിയിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു പരിപാടി, അതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, പാട്രിയാർക്കി ഈസ് എ സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് മെൻ ആർ ദ പ്രൈമറി അതോറിറ്റി ഫിഗേഴ്സ് ഇൻ ദ ഏരിയാസ് ഓഫ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, മോറൽ അതോറിറ്റി, കൺട്രോൾ ഓഫ് പ്രോപ്പർട്ടി. പിന്നെ അവർ പറയാണ് പുരുഷൻ ആധിപത്യം നേടി നിൽക്കുകയാണ്, അതായത് പ്രൈമറി ആയിട്ട് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാന്ന് എല്ലാ മേഖലകളിലും, പൊളിറ്റിക്കൽ മേഖലയിൽ, മോറൽ, അതായത് നമ്മളുടെ ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുന്നതും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ലൈഫിലുള്ള അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ വരെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് പുരുഷന്മാർ. അപ്പോൾ മോറലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രോപ്പർട്ടീനെ, നമ്മളെ കംപ്ലീറ്റ് കാര്യങ്ങളും എന്താണ് അവർ കൺട്രോൾ ചെയ്യുക. പിന്നെ പറയുന്നത് എന്താണ്, സോഷ്യോളജിസ്റ്റ് സിൽവിയ വാൽബെ ഡിഫൈൻസ് പെട്രിയാർക്കി ആസ്, അവർ ഡിസ്ക്രൈബ് ചെയ്തത് പെട്രിയാർക്കീനെ എങ്ങനെയാണ്, സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ വിച്ച് മെൻ ഡൊമിനേറ്റ്, ഒപ്രസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് വിമൻ. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒരു രീതിയാണ്, ഒരു സൊസൈറ്റിയിൽ ഒരു സ്ട്രക്ചർ, ഒരു പ്രത്യേകതര രീതി സൊസൈറ്റിയിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ, പുരുഷന്മാർക്ക് ഒന്ന് മെയിൻ ആവാൻ എന്നൊക്കെ പറയില്ലേ, ഒന്ന് ആളാവാൻ, ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കാൻ, എന്നിട്ട് സ്ത്രീകളെ ഒപ്രസ് ചെയ്യുക, എന്നിട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുക. ഇതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത് എന്ന് ആര് പറഞ്ഞു, സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സിൽവിയ വാൽബി പറഞ്ഞു. പിന്നെ ഹിസ്റ്റോറിക്കലി ഈ പാട്രിയാർക്കി എന്ന് പറയുന്നത് മാനിഫെസ്റ്റഡ് ഇറ്റ്സെൽഫ് ഇൻ ദ സോഷ്യൽ, ലീഗൽ, പൊളിറ്റിക്കൽ, റിലീജിയസ്, എക്കണോമിക് ഓർഗനൈസേഷൻ ഓഫ് എ റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അന്ന് എല്ലാ മേഖലകളിൽ, ഇപ്പോൾ ഞാൻ ഈ വായിച്ച എല്ലാ മേഖലകളിലും, റിലീജിയനിലാണെങ്കിലും പൊളിറ്റിക്കലിലാണെങ്കിലും ലീഗൽ, സോഷ്യൽ, ഓർഗനൈസേഷനിലാണെങ്കിലും ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലാണെങ്കിലും ഒക്കെ പേട്രിയാർക്കി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുന്നേ ഉണ്ടായിരുന്നു. ഹിസ്റ്റോറിക്കലി തന്നെ അത് നമുക്ക് കണ്ടുവന്നിരുന്നു, പണ്ട് മുതലേ ഇത് തന്നെയായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ മോസ്റ്റ് കണ്ടംപററി സൊസൈറ്റീസ് ആർ ഇൻ പ്രാക്ടീസ് പെട്രിയാർക്കൽ. ഇപ്പോൾ കാലം മാറി, ഞങ്ങൾ എന്തൊക്കെ പഠിച്ചു ഫെമിനിസത്തിൽ, വേവ്സ് ഓഫ് ഫെമിനിസം, ഫേസസ് ഓഫ് ഫെമിനിസം, ഗൈനോക്രിറ്റിസിസം, പിന്നെ ഫ്രഞ്ച് ഫെമിനിസം, സ്കൂൾസ് ഓഫ് ഫെമിനിസം, വിമണിസം, എന്തൊക്കെയോ പഠിച്ചു അല്ലേ.
എന്നിട്ട് കണ്ടംപററിയിൽ ഇപ്പോഴും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ടീംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ പേട്രിയാർക്കി എന്ന് പറയുന്നത്. പേട്രിയാർക്കി ആയാലും ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, നമ്മൾ പാട്രിയാർക്കി ഇവിടുന്ന് ലാസ്റ്റ് നിന്ന് അങ്ങോട്ടേക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. നമ്മൾ പാട്രിയാർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ വിമണിസം, ബ്ലാക്ക് ഫെമിനിസം ബേസ് ചെയ്തിട്ടുള്ളതാണ്. വിമണിസത്തിനെ കുറിച്ച് പറഞ്ഞു ആലീസ് വാക്കറിൻ്റെ. സ്കൂൾസ് ഓഫ് ഫെമിനിസത്തിൽ 5 സ്കൂൾസ് ഓഫ് ഫെമിനിസം പറഞ്ഞു. റാഡിക്കൽ, മാർക്സിസ്റ്റ്, ലെസ്ബിയൻ, ബ്ലാക്ക്, ദളിത്. പിന്നെ ഫ്രഞ്ച് ഫെമിനിസത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതിൽ എക്രിച്ചർ, ഫെമിനൈൻ എന്ന് പറയുന്ന ടേം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്ന് വെച്ചാൽ മറ്റേത് പഠിക്കേണ്ടെന്നല്ല, എല്ലാതും ഒന്ന് നോക്കാം കേട്ടോ. ഇത് ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. വിമൻ ആസ് എ റീഡർ, വിമൻ ആസ് എ റൈറ്റർ, ഗൈനോക്രിറ്റിസിസം, ഫെമിനിസ്റ്റ് ക്രിട്ടിക്. ഗൈനോക്രിറ്റിസിസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ എലൈൻ ഷോവാൾട്ടറിൻ്റെ 3 ടേംസുകൾ പറഞ്ഞു. ഫെമിനൈൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ. പിന്നെ വേവ്സ് ഓഫ് ഫെമിനിസം പറഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ ഫെമിനിസം. അപ്പോൾ നിങ്ങൾ പഠിക്കുക, നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നല്ല, നോട്ട് എഴുതുക.